Hey my dears, once again welcome back to Rose Shafi YouTube channel. അപ്പോൾ ഇതൊരു ബർത്ത്ഡേ വ്ലോഗാണ്. എൻ്റെ ഒരു ഫ്രണ്ട് സിൽക്കിയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ കുറച്ച് ദിവസം മുന്നേ എന്നെ പ്രീതി എന്ന് പറയുന്ന ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് ഇതേപോലെ സിൽക്കിയുടെ ബർത്ത്ഡേ വരുന്നുണ്ട്, അതിന് സിൽക്കിക്ക് ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ ചെറുതായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്, അതായത് ഒരു സർപ്രൈസ് ബർത്ത്ഡേ പാർട്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കതിന് പോകണം, പജാമ പാർട്ടിയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം പജാമ പാർട്ടി കേൾക്കും. അപ്പോൾ ഞാൻ ചോദിച്ചു ഇതേപോലെ പ്രതി എന്താ പൈജാമ, അപ്പം എല്ലാവരും പൈജാമ ഇട്ടിട്ട് ഉള്ള പാർട്ടിയാണ് പജാമ പാർട്ടി. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് നമ്മൾ പതുക്കെ രാത്രി ആകുമ്പോഴത്തേക്കും ഒരു 7:30 സമയമൊക്കെ ആകുമ്പോഴത്തേക്കും പ്രീതിയുടെ വീട്ടിൽ സിൽക്കിൻ്റെ വീട്ടിൽ പോകും, നമ്മൾ സർപ്രൈസ് ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് പ്ലാൻ ചെയ്തത്. അപ്പോൾ സിൽക്കി എൻ്റെ ഒരു നല്ല ഫ്രണ്ടാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വ്ളോഗിൽ, ദുർഗാപൂജ വ്ളോഗിൽ നമുക്ക് ഇതേപോലെ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നുകൊണ്ട് നമ്മളെ ഇൻവൈറ്റ് ചെയ്തപ്പം ഞാൻ അവിടെ ചെന്നിട്ട് ഫസ്റ്റ് ഞാൻ പരിചയപ്പെടുന്നത് സിൽക്കിയിടത്താണ്. അങ്ങനെയാണ് സിൽക്കിയുമായിട്ട് കൂട്ടാവുന്നത്. ഭയങ്കര സ്വീറ്റാണ് സിൽക്കിയുടെ വേറൊരു പേര് ഡോളി എന്നാണ്. അങ്ങനെ ഫസ്റ്റ് ഇടയ്ക്ക് എല്ലാവരും ഡോളി എന്ന് വിളിക്കുമ്പോൾ ഞാൻ ഇതാരാ ഡോളി ഇതിനിടയ്ക്ക്, അപ്പം എല്ലാവരും പറഞ്ഞ സിൽക്കിയുടെ പേര് തന്നെയാണ് ഡോളി. നമ്മൾ പ്ലാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പോയിട്ട് സിൽക്കിനെ ബുദ്ധിമുട്ടിക്കാണ്ട് തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് പറ്റുന്ന രീതിയിൽ എല്ലാവരും കുക്ക് ചെയ്ത് അങ്ങനെ കൊണ്ടുപോകാനായിരുന്നു. അപ്പോൾ അത്യാവശ്യം അങ്ങനെ പറ്റുന്ന രീതിയിലൊക്കെ എല്ലാവരും കുക്ക് ചെയ്ത് അങ്ങനെയാണ് കൊണ്ടുപോകുന്നത്. ഒരു 10-15 പേരോളം ഉണ്ടായിരുന്നു, പിന്നെ കുട്ടികളും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ സർപ്രൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയത്. ഈ ഫ്ലാറ്റിൽ തന്നെയാണ് സിൽക്കി താമസിക്കുന്നത്, വേറെ ബ്ലോക്കിലാണ്. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടേക്കാണ് ചെന്നത്. സിൽക്കിക്ക് ഒരു മോനും ഒരു മോളും ആണുള്ളത്. അപ്പോൾ നമ്മളവിടെ പോയി അടിപൊളിയായിട്ട് അടിച്ചു പൊളിച്ചു. പിന്നെ രാത്രി ഡാൻസൊക്കെ പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷേ സമയം പോയി പിറ്റേന്ന് പിള്ളേർക്കൊക്കെ സ്കൂളുള്ളതുകൊണ്ട് നമ്മളത് ഒഴിവാക്കിയിട്ട് തിരിച്ച് വീട്ടിൽ വന്നു. അപ്പം നമുക്ക് നേരെ ബർത്ത്ഡേ പാർട്ടിയിലേക്ക് പോവാം. Bless you. Happy birthday. Happy birthday to you. ये डांस हाँ ये देख रहे हैं निशाना लगाएगा एक नीचे गिरा है तुमको भी खिलाएगा इस बार क्या हुआ तुम खाते खाते छुपेंगे और खाते खाते करो बेचारी को फोटो निकाल आंटी चेयर पे बैठा सजा के तो प्यार कर लेते हैं। मैं तुम्हारा लिए वीडियो वीडियो भी अच्छा नहीं लग रहा है ना क्या हुआ इसे ना डॉली से बिछाने से കുട്ടിപ്പട്ടാളങ്ങളെല്ലാം നമ്മൾ മാറ്റ് വിരിച്ച് അവിടെ ഇട്ടു. നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലാണ് കേട്ടോ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത്. പൂടിയും പിന്നെ സബ്ജി, അതുപോലെ തന്നെ അതും ആലു സബ്ജി എല്ലാം വെജായിരുന്നു. ആലു സബ്ജി പിന്നെ കാരണം ഇവിടെ കർവാചൗത്തൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പൂജയുടെ സമയമായതുകൊണ്ട് അവർ നോൺ വെജ് ഒന്നും കഴിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാം വെജ് ഐറ്റംസ് തന്നെയായിരുന്നു. പിന്നെ ഇഡ്ഡലി അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് ആയിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ മധുരം ഉള്ള ഇവിടെ മെയിനാണുള്ള ബർഫി, ഗുലാബ് ജാം അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഖീർ ഇതൊക്കെ ഭയങ്കര സ്പെഷ്യലാണ് ഇവിടെ, അതൊക്കെ ഉണ്ടായിരുന്നു. ഇതിൽ ഫസ്റ്റ് ഇരിക്കുന്ന ട്വിൻസാണ് കേട്ടോ.
ലാസ്റ്റ് മിനിറ്റ് ജീൻസ് ആക്കി പജാമ മാറ്റിയിട്ട്, പക്ഷെ ഞാൻ കോട്ട് സെറ്റ് ഇട്ടുകൊണ്ട് പോയി ഒരു പജാമ ലുക്കിലാവും. അപ്പോൾ എല്ലാവരും പറഞ്ഞ് ജീൻസ് ഇട്ടുകൊണ്ട് വരാൻ. ഞാൻ പിന്നെ കരുതി ഓക്കെ ഞാൻ ഇതിൽ കംഫർട്ടബിൾ ആയതുകൊണ്ട് ഞാൻ പജാമ ഇട്ടുകൊണ്ട് പോയി. ഇത് വളരെ ചെറിയ വ്ളോഗാണ് കേട്ടോ. പറ്റുന്ന രീതിയിലൊക്കെ കുറച്ച് ക്യാപ്ചർ ചെയ്തു. ഭയങ്കര രസമുണ്ടായിരുന്നു. പിന്നെ കുറേ കുട്ടിപ്പട്ടാളങ്ങളുണ്ടായിരുന്നു. ഇതിൽ പലരുടെയും ബർത്ത്ഡേ ഒക്ടോബറിൽ തന്നെ ആയിരുന്നു. ഇതിനിടയിൽ സീമാൻറ്റിയുടെ ബർത്ത്ഡേ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് പോകാൻ പറ്റിയില്ല. അതിന് ഭയങ്കര സങ്കടമാണ്. സീമാൻറ്റിക്ക് എൻ്റെ ബർത്ത്ഡേക്ക് വന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് വയ്യായിരുന്നു, അതുകൊണ്ട് ഞാൻ പോകാഞ്ഞത്. അപ്പോൾ ഇതും കുറേ വിളിച്ച ശേഷമാണ് ഞാൻ ഓക്കെ പോവാം എന്ന് പ്ലാൻ ചെയ്തിട്ട് ഇറങ്ങിയത്. വൺസ് അഗെയിൻ ഹാപ്പി ബർത്ത്ഡേ ഡിയർ സിൽക്കി. അപ്പോൾ നിങ്ങൾക്ക് ഈ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും റാഞ്ചി വ്ളോഗ്സുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ ഫ്രം റോസ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അപ്പോൾ നമുക്ക് അടുത്ത വ്ളോഗിൽ വീണ്ടും കാണാം.